ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, 8-ാം അധ്യായത്തിൽ കൊരിന്തോസുകാരെ ശ്ലീഹ സംബോധന ചെയ്യുന്നത് എന്താണ്? ഉത്തരം, സഹോദരരെ. ചോദ്യം 2, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം, മക്കദോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന്. ചോദ്യം 3, എവിടെ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ചാണ് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്? ഉത്തരം, മക്കദോനിയായിലെ സഭയിൽ. ചോദ്യം 4, മക്കദോനിയായിലെ സഭയിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ചാണ് അറിയണമെന്ന് ആഗ്രഹിച്ചത്? ഉത്തരം, ദൈവകൃപയെക്കുറിച്ച്. ചോദ്യം 5, ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കദോനിയായിലെ സഭകളുടെ എന്തെല്ലാമാണ് കരകവിഞ്ഞൊഴുകിയത്? ഉത്തരം, സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. ചോദ്യം 6, മക്കദോനിയായിലെ സഭകളുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും എന്തായാണ് കരകവിഞ്ഞ് ഒഴുകിയത്? ഉത്തരം, ഉദാരതയുടെ സമ്പത്തായി. ചോദ്യം 7, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും എന്ന് ശ്ലീഹ പറയുന്നത് എന്താണ്? ഉത്തരം, അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന്. ചോദ്യം 8, മക്കദോനിയക്കാർ എന്ത് തങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം, വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാഗുക്കളാക്കണമെന്ന്. ചോദ്യം 9, ആദ്യമേ തന്നെ മക്കദോനിയായിലെ സഭക്കാർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഉത്തരം, തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു. ചോദ്യം 10, ആദ്യമേ തന്നെ മക്കദോനിയക്കാർ സമർപ്പിച്ചതാർക്ക്? ഉത്തരം, കർത്താവിന്. ചോദ്യം 11, നിങ്ങൾ എന്തിലൊക്കെയാണ് മികച്ചു നിൽക്കുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും. ചോദ്യം 12, വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ എന്തിലും മികച്ചു നിൽക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം, കാരുണ്യ പ്രവർത്തനങ്ങളിലും. ചോദ്യം 13, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയില്ല, പിന്നെ എന്ത് ചെയ്യുകയാണ്? ഉത്തരം, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. ചോദ്യം 14, എന്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ എന്നാണ് പറയുന്നത്? ഉത്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ. ചോദ്യം 15, യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി എന്തായി? ഉത്തരം, ദരിദ്രനായി. ചോദ്യം 16, യേശുക്രിസ്തു ദരിദ്രനായത് എന്തിനാണ്? ഉത്തരം, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ചോദ്യം 17, ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം, 1 വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഇക്കാര്യം. ചോദ്യം 18, നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം, നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത. ചോദ്യം 19, ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുമെന്ന് പറയുന്നത് എപ്പോഴാണ്? ഉത്തരം, താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ. ചോദ്യം 20, താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും എന്ത് കണക്കാക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, കഴിവില്ലായ്മ. ചോദ്യം 21, ഞാൻ അർത്ഥമാക്കുന്നത് എന്തല്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നുമല്ല. ചോദ്യം 23, അവരുടെ സമൃദ്ധിയിൽ നിന്ന്
നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് എന്ത് ചെയ്യണമെന്നും എപ്രകാരം സമത്വമുണ്ടാകണമെന്നുമാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം: നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നും. ചോദ്യം 23. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം: അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. ചോദ്യം 24. അധികം സമ്പാദിച്ചവന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എന്ത്? ഉത്തരം: ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല. ചോദ്യം 25. ആർക്കാണ് കുറവുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്? ഉത്തരം: അല്പം സമ്പാദിച്ചവന്. ചോദ്യം 26. നിങ്ങളെക്കുറിച്ച് എങ്ങനെയുള്ള താല്പര്യമാണ് തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത്? ഉത്തരം: ആത്മാർത്ഥമായ. ചോദ്യം 27. നിങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചതിന് ആർക്കാണ് നന്ദി പറയുന്നത്? ഉത്തരം: ദൈവത്തിന്. ചോദ്യം 28. തീത്തോസ് ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല എന്തും കൂടി ചെയ്തു എന്നാണ് പറയുന്നത്? ഉത്തരം: വളരെ ഉത്സാഹത്തോടെ സ്വമനസാലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. ചോദ്യം 29. തീത്തോസിനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം: സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ. ചോദ്യം 30. ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം: ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ. ചോദ്യം 31. ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം: കർത്താവിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും ആദരണീയമായതേ. ചോദ്യം 32. അവരോടൊത്ത് അയച്ചിട്ടുള്ള സഹോദരനെ പരീക്ഷിച്ചറിഞ്ഞത് എന്ത് കാര്യത്തിലാണ്? ഉത്തരം: പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന്. ചോദ്യം 33. ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം. ചോദ്യം 34. തീത്തോസിനെ പറ്റി ശ്ലീഹ ആരെല്ലാമാണെന്നാണ് പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ്. ചോദ്യം 35. ഞങ്ങളുടെ സഹോദരന്മാർ ആരും എന്തുമാണെന്നുമാണ് പറയുന്നത്? ഉത്തരം: സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ്. ചോദ്യം 36. എന്തിൻ്റെ തെളിവാണ് സഭകളുടെ മുൻപാകെ ഇവർക്ക് നൽകുവിൻ എന്ന് പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും. ചോദ്യം 37. നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് ആരുടെ മുൻപാകെ നൽകുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം: സഭകളുടെ മുൻപാകെ ഇവർക്ക് നൽകുവിൻ. ചോദ്യം 38. 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്?